ഹലോ, ഈ വീഡിയോയിൽ ഒരു ലീനിയർ ഓപ്പറേറ്ററിന് കണ്ടിന്യൂറ്റിയും ബൗണ്ടഡ്നെസ്സും ഇക്വിവലന്റ് കൺസെപ്റ്റ്സ് ആണ് എന്നുള്ള ഒരു തിയറം ആണ് ഇവിടെ പ്രൂവ് ചെയ്യുന്നത്. ആദ്യം ഒരു ഓപ്പറേറ്ററിന്റെ കണ്ടിന്യൂറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് നോക്കാം. ഓപ്പറേറ്റർ എന്ന് പറയുന്നത് ഒരു മാപ്പിംഗ് അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ തന്നെയാണ്, പക്ഷെ അതിന്റെ ഡൊമെയിനും കോഡൊമെയിനും വെക്ടർ സ്പേസ് ആണ് എന്ന് മാത്രം. അപ്പോൾ ഒരു ഫംഗ്ഷന്റെ കണ്ടിന്യൂറ്റി അതേ ഡെഫിനിഷൻ തന്നെയാണ് ഒരു ഓപ്പറേറ്ററിന്റെ ഡെഫിനിഷനും ഉള്ളത്. ലെറ്റ് ടി ഫ്രം ഡൊമെയിൻ ഓഫ് ടി ടു വൈ ബി എനി ഓപ്പറേറ്റർ നോട്ട് നെസസറിലി ലീനിയർ വേർ d of t subset of x and x and y are normed spaces. ഒരു നോംഡ് സ്പേസിന്റെ സബ്സെറ്റിൽ നിന്നും വേറൊരു നോംഡ് സ്പേസിലേക്കുള്ള ഓപ്പറേറ്റർ ആണ് അല്ലെങ്കിൽ ഒരു മാപ്പിംഗ് ആണ് ടി ലീനിയർ ആകണം എന്ന് നിർബന്ധമില്ല. അത് ഡൊമെയിനിലുള്ള ഒരു പോയിന്റ് x0ൽ കണ്ടിന്യൂസ് ആണ് എന്ന് പറയണമെങ്കിൽ ഏത് എപ്സിലോൺ എടുത്താലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഡെൽറ്റ കണ്ടുപിടിക്കാൻ പറ്റണം, സച്ച് ദാറ്റ് whenever norm x minus x0 less than delta, norm tx minus tx0 less than epsilon. ഏത് എപ്സിലോണിന് കറസ്പോണ്ടിങ് ആയിട്ടും ഒരു ഡെൽറ്റ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ കണ്ടുപിടിക്കാൻ കഴിഞ്ഞാൽ ടി എന്ന ഓപ്പറേറ്റർ x0 എന്ന പോയിന്റിൽ കണ്ടിന്യൂസ് ആണ് എന്ന് പറയും. ഈ ഡെഫിനിഷൻ ഒരു പോയിന്റിലെ കണ്ടിന്യൂറ്റി ആണ് പറയുന്നത്. ഇതുപോലെ ഡൊമെയിനിലുള്ള എല്ലാ പോയിന്റിലും ഫംഗ്ഷൻ അല്ലെങ്കിൽ ഓപ്പറേറ്റർ കണ്ടിന്യൂസ് ആണ് എങ്കിൽ ആ ഓപ്പറേറ്റർ കണ്ടിന്യൂസ് ആണ് എന്ന് പറയും. ടി ഈസ് കണ്ടിന്യൂസ് ഇഫ് ടി ഈസ് കണ്ടിന്യൂസ് അറ്റ് എവറി എക്സ് ബിലോങ്സ് ടു ഡൊമെയിൻ ഓഫ് ടി. നമുക്ക് തിയറത്തിലേക്ക് പോകാം. സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയാണ്: ലെറ്റ് ടി ഫ്രം ഡൊമെയിൻ ഓഫ് ടി ടു വൈ ബി എ ലീനിയർ ഓപ്പറേറ്റർ. ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നത് ലീനിയർ ഓപ്പറേറ്റർ ആണ്. വേർ ഡൊമെയിൻ ഓഫ് ടി സബ്സെറ്റ് ഓഫ് എക്സ് ആൻഡ് എക്സ് ആൻഡ് വൈ ആർ നോംഡ് സ്പേസസ്. ദെൻ ഈ തിയറത്തിന് രണ്ട് പാർട്ടാണ് ഉള്ളത്. ഫസ്റ്റ് പാർട്ട്, ടി ഈസ് കണ്ടിന്യൂസ് ഇഫ് ആൻഡ് only ഇഫ് ടി ഈസ് ബൗണ്ടഡ്. അതായത് ഒരു ലീനിയർ ഓപ്പറേറ്ററിനെ സംബന്ധിച്ചിടത്തോളം കണ്ടിന്യൂറ്റിയും ബൗണ്ടഡ്നെസ്സും ഇക്വലന്റ് കൺസെപ്റ്റ്സ് ആണ്. വൺ ഇംപ്ലൈസ് ദ അതർ. സെക്കൻഡ് പാർട്ട്, ഇഫ് ടി ഈസ് കണ്ടിന്യൂസ് അറ്റ് എ സിംഗിൾ പോയിന്റ് ഇറ്റ് ഈസ് കണ്ടിന്യൂസ്. ഡൊമെയിനിലുള്ള ഏതെങ്കിലും ഒരു പോയിന്റിൽ ലീനിയർ ഓപ്പറേറ്റർ കണ്ടിന്യൂസ് ആണ് എങ്കിൽ അത് എല്ലാ പോയിന്റിലും കണ്ടിന്യൂസ് ആയിരിക്കും. ഇനി എല്ലാ പോയിന്റിലും കണ്ടിന്യൂസ് ആണ് എങ്കിൽ എ പാർട്ട് ഉപയോഗിച്ചാൽ നമുക്ക് മനസ്സിലാകും അത് ബൗണ്ടഡ് ആണ് എന്നുള്ളത്. പ്രൂഫിലോട്ട് പോകാം. എ പാർട്ട് പ്രൂവ് ചെയ്യാൻ നമ്മൾ ആദ്യം ടി ഈക്വൽ ടു 0 ആകുന്ന കേസ് സെപ്പറേറ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ടി ഈക്വൽ ടു 0 ആണ് എങ്കിൽ ആ ഓപ്പറേറ്റർ ബൗണ്ടഡ് ലീനിയർ ഓപ്പറേറ്റർ ആണ്. അതിന്റെ നോം 0 ആണ്. നമ്മൾ ഓൾറെഡി എക്സാമ്പിൾ കണ്ടു കഴിഞ്ഞതാണ്. അതുപോലെ 0 ഓപ്പറേറ്റർ കണ്ടിന്യൂസും കൂടി ആണ്. കാരണം കണ്ടിന്യൂറ്റിയുടെ ഡെഫിനിഷനിൽ നോം ടി എക്സ് മൈനസ് ടി എക്സ് നോട്ട് ആ വാല്യൂ എപ്പോഴും 0 ആയിരിക്കും. അതുകൊണ്ട് 0 ഓപ്പറേറ്റർ കണ്ടിന്യൂസ് ഓപ്പറേറ്റർ കൂടിയാണ്. അപ്പോൾ for t equal to 0 the statement is trivial since the 0 operator is continuous and bounded. അതുകൊണ്ട് നമുക്ക് നോൺ സീറോ ഓപ്പറേറ്ററിന് മാത്രം കൺസിഡർ ചെയ്താൽ മതി. സോ ലെറ്റ് t not equal to 0. ടി നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ അതിന്റെ നോമും നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കും. നമ്മൾ ഓൾറെഡി നോം ടി നോമിന്റെ എല്ലാ പ്രോപ്പർട്ടിയും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞതാണ്. ദെർഫോർ വി ക്യാൻ കൺക്ലൂഡ് ദാറ്റ് നോം ടി നോട്ട് ഈക്വൽ ടു 0. അപ്പോൾ ഇനി നമ്മൾ നോൺ സീറോ ഓപ്പറേറ്റർ അല്ലെങ്കിൽ നോം ടി നോട്ട് ഈക്വൽ ടു 0 ആയിട്ടുള്ള ലീനിയർ ഓപ്പറേറ്റേഴ്സ് മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ.
ഇനി എ പാർട്ടിലേക്ക് പോകാം. എ പാർട്ടിൽ നെസസറി പാർട്ടും സഫിഷ്യന്റ് പാർട്ടും നമ്മൾ പ്രൂവ് ചെയ്യേണ്ടതുണ്ട്. നെസസറി പാർട്ടിൽ നമ്മൾ അസ്യൂം ചെയ്യേണ്ടത് ടി കണ്ടിന്യൂസ് ആണ് എന്നാണ്. നെസസറി പാർട്ട് അസ്യൂം ദാറ്റ് ടി ഈസ് കണ്ടിന്യൂസ്. കണ്ടിന്യൂസ് എന്ന് പറയുമ്പോൾ ഡൊമൈനിലെ എല്ലാ പോയിന്റിലും അത് കണ്ടിന്യൂസ് ആണ്. പക്ഷേ ഇത് പ്രൂവ് ചെയ്യാൻ നമുക്ക് ഒരു പോയിന്റിലെ കണ്ടിന്യൂറ്റി മതിയാകും. ഓക്കെ, അപ്പോൾ എക്സ് നോട്ടിലെ കണ്ടിന്യൂറ്റി ആണ് നമ്മൾ എടുക്കുന്നത്. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ടി ബൗണ്ടഡ് ആണ് എന്നാണ്. എക്സ് നോട്ട് എന്ന പോയിന്റിൽ ടി കണ്ടിന്യൂസ് ആണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഏത് എപ്സിലോൺ എടുത്താലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഡെൽറ്റ ഉണ്ട്, such that whenever norm x minus x naught less than or equal to delta, norm tx minus tx naught less than or equal to epsilon. എപ്പോഴൊക്കെയാണോ എക്സ് എക്സ് നോട്ടിന്റെ അടുത്ത് കിടക്കുന്നത് അല്ലെങ്കിൽ ഡെൽറ്റ ഡിസ്റ്റൻസിൽ കിടക്കുന്നത്, അപ്പോഴൊക്കെ അതിന്റെ ഇമേജ് ടി എക്സ് നോട്ടിന്റെ എപ്സിലോൺ നെയ്ബർഹുഡിൽ കിടക്കണം. അതാണ് എക്സ് നോട്ടിലെ കണ്ടിന്യൂറ്റിയുടെ ഡെഫിനിഷൻ. ഇനി നമുക്ക് വേണ്ടത് ടി ബൗണ്ടഡ് ആണ് എന്ന് പ്രൂവ് ചെയ്യലാണ്. അതിനുവേണ്ടി നമുക്ക് വേണ്ടത് നോം ടി വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി ഇൻറ്റു നോം വൈ ഫോർ എവറി വൈ ഇൻ ഡൊമൈൻ ഓഫ് ടി. അതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ ആദ്യം ഒരു നോൺ സീറോ വെക്റ്റർ y not equal to 0 in domain of t എടുക്കുന്നു. ഇനി ഈ എക്സ് നോട്ടിന്റെ സഹായത്തോടെ നമ്മളൊരു എക്സ് ഡിഫൈൻ ചെയ്യാണ്. എക്സ് ഈക്വൽ ടു എക്സ് നോട്ട് പ്ലസ് ഡെൽറ്റ ബൈ നോം വൈ ഇൻറ്റു വൈ. എക്സ് നോട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുപോവുക. അപ്പോൾ എക്സ് മൈനസ് എക്സ് നോട്ട് ഈക്വൽ ടു ഡെൽറ്റ ബൈ നോം വൈ ഇൻറ്റു വൈ എന്ന് കിട്ടും. രണ്ട് സൈഡിലും നമ്മൾ നോം എടുക്കുന്നു. നോം എക്സ് മൈനസ് എക്സ് നോട്ട് ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് സൈഡിൽ നോം എടുക്കുമ്പോൾ ഡെൽറ്റ ബൈ നോം വൈ അതൊരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്. അപ്പോൾ അതിന്റെ മോഡുലസ് എടുത്ത് നോമിന്റെ പുറത്തേക്ക് എടുക്കാം. മോഡുലസ് അതിന്റെ ആവശ്യമില്ല, കാരണം ഇത് നോൺ നെഗറ്റീവ് ക്വാണ്ടിറ്റി ആണ്, പോസിറ്റീവ് ക്വാണ്ടിറ്റി ആണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഡെൽറ്റ ബൈ നോം വൈ ഇൻറ്റു നോം വൈ വരും. അപ്പൊ നോം വൈ ക്യാൻസൽ ചെയ്ത് ഡെൽറ്റ എന്ന് കിട്ടും. അപ്പോ ഇങ്ങനെ നമ്മൾ എക്സ് ചൂസ് ചെയ്താൽ നോം എക്സ് മൈനസ് എക്സ് നോട്ട് ഈക്വൽ ടു ഡെൽറ്റ എന്നാണ് കിട്ടുന്നത്. എക്സ് നോട്ട് എന്ന പോയിന്റിൽ ടി കണ്ടിന്യൂസ് ആയതുകൊണ്ട് whenever norm x minus x naught less than or equal to delta, then we have norm tx minus tx naught less than or equal to epsilon. അപ്പോൾ ഈ ഇൻഇക്വാളിറ്റി 1 നമുക്ക് യൂസ് ചെയ്യാം. ഇനി നോം tx minus tx naught എന്ന് പറയുന്നത് നോം t ഓഫ് x minus x naught ആണ്. ടിയുടെ ലീനിയാരിറ്റി അപ്ലൈ ചെയ്താൽ എക്സ് മൈനസ് എക്സ് നോട്ട് എന്ന് പറഞ്ഞാൽ ഇക്വേഷൻ നമ്പർ 2 ഉപയോഗിക്കുമ്പോൾ എനിക്ക് ടി ഓഫ് ഡെൽറ്റ ബൈ നോം വൈ ഇൻറ്റു വൈ എന്ന് കിട്ടും. ഇനി അഗെയിൻ ടിയുടെ ലീനിയാരിറ്റി അപ്ലൈ ചെയ്യുമ്പോൾ ഡെൽറ്റ ബൈ നോം വൈ നമുക്ക് പുറത്തേക്ക് എടുക്കാം, ഇൻറ്റു നോം ടി വൈ എന്ന് കിട്ടും. ഈ നോം എക്സ് മൈനസ് എക്സ് നോട്ട് ഈക്വൽ ടു ഡെൽറ്റ ആയതുകൊണ്ട്, അതായത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഡെൽറ്റ ആയതുകൊണ്ട് ഇക്വേഷൻ നമ്പർ 1 ഉപയോഗിക്കുമ്പോൾ ഈ നോം ടി എക്സ് മൈനസ് ടി എക്സ് നോട്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ എന്ന് നമുക്ക് എഴുതാം ബൈ ഇക്വേഷൻ നമ്പർ 1. കാരണം എക്സ് മൈനസ് എക്സ് നോട്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഡെൽറ്റ ആയതുകൊണ്ട്. അപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഡെൽറ്റ ബൈ നോം വൈ ഇൻറ്റു നോം ടി വൈ that is less than or equal to epsilon എന്നാണ് കിട്ടിയിരിക്കുന്നത്. That means norm ty less than or equal to ഈ ടേം റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് പോയാൽ എപ്സിലോൺ ബൈ ഡെൽറ്റ ഇൻറ്റു നോം വൈ. അപ്പോൾ ബൗണ്ടഡ് ഓപ്പറേറ്ററിന്റെ ഡെഫിനിഷനുമായിട്ട് കമ്പയർ ചെയ്താൽ നോം ടി വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി ഇൻറ്റു നോം വൈ, അവിടെ സിയുടെ പൊസിഷനിൽ നമുക്ക് കിട്ടിയിരിക്കുന്നത് എപ്സിലോൺ ബൈ ഡെൽറ്റ ആണ്. നമ്മൾ ഈ ഇൻഇക്വാളിറ്റി പ്രൂവ് ചെയ്തിരിക്കുന്നത് നോൺ സീറോ വെക്റ്റർ വൈക്കാണ്. കാരണം നമ്മൾ അങ്ങനെയാണ് കണ്ടീഷൻ വൈ നമ്മൾ എടുത്തിരുന്നത് നോൺ സീറോ വൈ ആയിട്ടാണ്. വൈ ഈക്വൽ ടു 0 ആണെങ്കിൽ
ടി ഒരു ലീനിയർ ഓപ്പറേറ്റർ ആയതുകൊണ്ട് ടി വൈ അല്ലെങ്കിൽ T0 0 ആകും. അപ്പോഴും ഈ ഇൻഇക്വാലിറ്റി ഹോൾഡ് ചെയ്യുന്നുണ്ട്. ദിസ് ഇൻഇക്വാലിറ്റി ഹോൾഡ്സ് ഫോർ y ഈക്വൽ ടു 0 ഓൾസോ. അപ്പോൾ ഈ ഇൻഇക്വാലിറ്റി എല്ലാ വൈക്കും ഫോർ ഓൾ y ബിലോങ്സ് ടു d of t ക്ക് ട്രൂ ആണ് എന്ന് വരുന്നു. Therefore, this shows that t is bounded. അപ്പോൾ ടി കണ്ടിന്യൂസ് ആണ് എന്ന് നമ്മൾ അസ്യൂം ചെയ്തു, അത് ടി ബൗണ്ടഡ് ആണ് എന്ന് പ്രൂവ് ചെയ്തു. ഈ കണ്ടിന്യൂറ്റിയുടെ ഒരൊറ്റ പോയിന്റിലെ കണ്ടിന്യൂറ്റി മാത്രമേ നമുക്ക് ഉപയോഗിക്കേണ്ടി വന്നുള്ളൂ ഈ ബൗണ്ടഡ്നെസ് പ്രൂവ് ചെയ്യാൻ. ആ പോയിന്റ് നമുക്ക് ബി പാർട്ട് പ്രൂവ് ചെയ്യാൻ ആവശ്യമുണ്ട്. ഇനി എ പാർട്ടിന്റെ തന്നെ സഫിഷ്യന്റ് പാർട്ടിലേക്ക് പോകാം. സഫിഷ്യന്റ് പാർട്ടിൽ നമ്മൾ അസ്യൂം ചെയ്യേണ്ടത് ടി ഈസ് ബൗണ്ടഡ് എന്ന്, നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത് ടി കണ്ടിന്യൂസ് ആണ് എന്ന്. അപ്പോൾ ഡൊമെയിനിലുള്ള ആർബിട്രറി ആയിട്ടുള്ള ഒരു പോയിന്റ് എടുക്കുന്നു. കൺസിഡർ എനി എക്സ് നോട്ട് ബിലോങ്സ് ടു ഡി ഓഫ് ടി. ഇനി എക്സ് നോട്ടിൽ കണ്ടിന്യൂസ് ആണ് എന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഫോർ എനി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 ദർ എക്സിസ്റ്റ് എ ഡെൽറ്റ സാറ്റിസ്ഫൈങ് ദ കണ്ടീഷൻ. ഓക്കെ, അപ്പൊ അതിനുവേണ്ടി നമ്മൾ എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 എടുത്തു. ഇനി നോം ടി എക്സ് മൈനസ് ടി എക്സ് നോട്ട്, ഈ ക്വാണ്ടിറ്റി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ ആണ് എന്നാണ് എനിക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ ദിസ് ഈസ് ഈക്വൽ ടു ടി ഓഫ് എക്സ് മൈനസ് എക്സ് നോട്ട് ആണ്, കാരണം ടി ലീനിയർ ആയതുകൊണ്ട്. This is less than or equal to norm t into norm x minus x naught ആണ്, കാരണം t ബൗണ്ടഡ് ആയതുകൊണ്ട്. കാരണം norm tx less than or equal to c into norm x, അതാണ് ബൗണ്ടഡ്നെസിന്റെ കണ്ടീഷനും. അതിൽ സിക്ക് എടുക്കാവുന്ന ഏറ്റവും ചെറിയ വാല്യൂ അതിനെയാണ് നമ്മൾ നോം ടി എന്ന് ഡിഫൈൻ ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ പറഞ്ഞിരുന്നു നോം ടി എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം ടി ഇൻറ്റു നോം എക്സ് ഫോർ എനി ബൗണ്ടഡ് ലീനിയർ ഓപ്പറേറ്റർ. ആ കണ്ടീഷൻ ആണ് ഇവിടെ അപ്ലൈ ചെയ്തിരിക്കുന്നത്. ഇനി ദിസ് എക്സ്പ്രഷൻ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു അല്ലെങ്കിൽ ലെസ് ദാൻ ഡെൽറ്റ ഇൻറ്റു നോം ടി എന്ന് എഴുതാം ഇഫ് നോം എക്സ് മൈനസ് എക്സ് നോട്ട് ലെസ് ദാൻ ഡെൽറ്റ ആകുമ്പോ. അപ്പോ ഈ എക്സ്പ്രഷൻ ഡെൽറ്റ ഇൻറ്റു നോം ടീനെ നമ്മൾ എപ്സിലോൺ ആയിട്ട് ചൂസ് ചെയ്താൽ എനിക്ക് കിട്ടുന്നത് നോം ടി എക്സ് മൈനസ് ടി എക്സ് നോട്ട് ലെസ് ദാൻ എപ്സിലോൺ whenever norm x minus x naught less than delta if we choose epsilon equal to norm t into delta. അപ്പോൾ ഇവിടുത്തെ എപ്സിലോൺ പോയിന്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, ഡെൽറ്റേനെയും ആ ഓപ്പറേറ്ററിനെയും മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. അങ്ങനെ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഗിവൺ എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 ദർ എക്സിസ്റ്റ് എ ഡെൽറ്റ ഗ്രേറ്റർ ദാൻ 0 വേർ ഡെൽറ്റ ഈക്വൽ ടു എപ്സിലോൺ ബൈ നോം ടി such that norm tx minus tx naught less than epsilon whenever x minus norm x minus x naught less than delta. ഇതാണ് x naught എന്ന പോയിന്റിലെ ടിയുടെ കണ്ടിന്യൂറ്റിയുടെ ഡെഫിനിഷൻ. അങ്ങനെ നമ്മൾ പ്രൂവ് ചെയ്തു ടി ഈസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് നോട്ട്. ഡൊമെയിനിലുള്ള എക്സ് നോട്ട് നമ്മൾ ചൂസ് ചെയ്തത് ആർബിട്രറി ആയിട്ടാണ്. സിൻസ് എക്സ് നോട്ട് ബിലോങ്സ് ടു ഡി ഓഫ് ടി വാസ് ആർബിട്രറി, ദിസ് ഷോസ് ദാറ്റ് ടി ഈസ് കണ്ടിന്യൂസ്. അപ്പോൾ ടി ബൗണ്ടഡ് ആണ് എന്ന് അസ്യൂം ചെയ്തു, ടി കണ്ടിന്യൂസ് ആണ് എന്ന് പ്രൂവ് ചെയ്തു. അപ്പോൾ അങ്ങനെ സഫിഷ്യന്റ് പാർട്ട് കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് തിയറത്തിന്റെ ബി പാർട്ടിലേക്ക് പോകാം. ബി പാർട്ടിൽ നമ്മൾ എടുക്കേണ്ടത് ഒരു സിംഗിൾ പോയിന്റിൽ ടി കണ്ടിന്യൂസ് ആണ് എന്നാണ് നമ്മൾ അസ്യൂം ചെയ്യേണ്ടത്. എന്നിട്ട് ടി ഓൾ ഡൊമെയിനിൽ കണ്ടിന്യൂസ് ആണ് എന്ന് പ്രൂവ് ചെയ്യണം. ഒരു സിംഗിൾ പോയിന്റിൽ കണ്ടിന്യൂസ് ആണ് എങ്കിൽ നമ്മുടെ എ പാർട്ടിന്റെ നെസസറി പാർട്ടിൽ നമ്മൾ ഒരു പോയിന്റിലെ കണ്ടിന്യൂറ്റി ഉപയോഗിച്ചാണ് ടിയുടെ ബൗണ്ടഡ്നെസ് പ്രൂവ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ കണ്ടിന്യൂറ്റി ഓഫ് ടി അറ്റ് എ പോയിന്റ് ഇംപ്ലൈസ് ബൗണ്ടഡ്നെസ് ഓഫ് ടി ബൈ നെസസറി പാർട്ട് ഓഫ് പ്രൂഫ് ഓഫ് എ. ഇനി ടി ബൗണ്ടഡ് ആണ് എങ്കിൽ ടി കണ്ടിന്യൂസ് ആയിരിക്കും എന്നാണ് നമ്മൾ എ പാർട്ടിന്റെ സഫിഷ്യന്റ് പാർട്ടിൽ പ്രൂവ് ചെയ്തത്. Now boundedness implies continuity of t by sufficient part of proof of A. അങ്ങനെ ഒരു പോയിന്റിലെ കണ്ടിന്യൂറ്റി ആ ഓപ്പറേറ്ററിന്റെ കണ്ടിന്യൂറ്റിയെ ഇംപ്ലൈ ചെയ്തു, ഹെൻസ് ദ പ്രൂഫ്.
അപ്പോൾ നമ്മുടെ തിയറം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ തിയറത്തിൽ നമ്മൾ പ്രൂവ് ചെയ്തത് ഫോർ എ ലീനിയർ ഓപ്പറേറ്റർ കണ്ടിന്യൂറ്റി ആൻഡ് ബൗണ്ടഡ്നെസ് ആർ ഇക്വലന്റ് കൺസെപ്റ്റ്സ്. കണ്ടിന്യൂറ്റി ഉണ്ട് എങ്കിൽ ഓപ്പറേറ്റർ ബൗണ്ടഡ് ആണ്, ഓപ്പറേറ്റർ ബൗണ്ടഡ് ആണ് എങ്കിൽ അത് കണ്ടിന്യൂസുമാണ്. താങ്ക് യു.